അടിപൊളി പടമാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് അപേക്ഷയൊക്കെ ആണെങ്കിലും ഇത് ഞാൻ വിചാരിച്ചത് ഭയങ്കര ക്രിഞ്ചായി പോകുന്ന വിചാരിച്ചു. ഐ മീൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഫണ്ണൊന്നും മലയാളത്തിലെ ഡബിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഭയങ്കര പീക്ക് ലെവൽ ഓഫ് മേക്കിംഗ് ആയാലും നമ്മുടെ ഋഷഭ് ഷെട്ടിയുടെ ആക്ടിങ് ആയാലും ഓവറോൾ എല്ലാവരുടെയും പെർഫോമൻസും ഒക്കെ ആണെങ്കിൽ അതിഗംഭീരം എന്ന് തന്നെ പറയാം. അതായത് മൊത്തത്തിൽ പടം ഭയങ്കര ലെവലാണ്. അത് നമ്മുടെ എപ്പിക്കായിട്ടുള്ള ഈ പതികളിലുള്ള ഗുളികൻ ദൈവം അതൊക്കെ നമുക്കറിയാം കാന്തേരമുള്ള പോലെ. അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ദൈവികമായിട്ട് തോന്നി. പിന്നെ പറഞ്ഞ ഒരുപാട് സർപ്രൈസ് കാര്യങ്ങളുണ്ട്. അതാണ് എടുത്തു പറയണത്. എന്നാൽ ജയറാം ആക്ച്വലി നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ജയറാമിനെ കോമാളിയാക്കാനാണ് പതിവ്. പക്ഷേ ഇതിൽ നല്ല രീതിയിൽ നല്ല റോള് കൊടുത്തിട്ടുണ്ട്. ജയറാമേട്ടൻ്റെ ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ജയറാമേട്ടന് ഇത്ര നല്ലൊരു റോൾ കൊടുത്ത് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ച് ഒരു ഒന്നുമില്ലാത്ത രീതിയിലാക്കി കളയെന്ന് വിചാരിച്ചു. പക്ഷേ ആൾക്കാരുടെ രീതിയിലുള്ള റോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ വന്ന് വാച്ച് ചെയ്യേണ്ട സാധനമാണ് ആ ക്ലൈമാക്സ്. നടിയും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ. പിന്നെ ഒബ്വിയസ്ലി മ്യൂസിക് അടിപൊളിയാണ്. കാന്താരയുടെ മ്യൂസിക് നമുക്കെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ നല്ല അടിപൊളി മ്യൂസിക്കുമാണ്. തിയേറ്ററിൽ വന്ന് മസ്റ്റായിട്ട് കാണേണ്ട ഒരു മൂവിയുണ്ട്. നിങ്ങൾ ക്ലൈമാക്സ് അമ്മ ലെവൽ സാധനമാണ്. എന്താ പറയുക, ഗൂസ് ബംസ് നൈസ് സാധനമാകും. സിനിമ വളരെ നന്നായിട്ടുണ്ട്. നല്ല സിനിമയാണ്. നമുക്ക് നല്ല ഭക്തി നൽകുന്ന, അതല്ലെങ്കിൽ ഭക്തിപരമായിട്ട് സനാതന ധർമ്മത്തിൻ്റെ ഒരു ആവിഷ്കാരം എന്നാണ് എനിക്ക് തോന്നിയത്. നല്ല ഓഡിയോഗ്രാഫി അതുപോലെ എല്ലാം വളരെ നന്നായിട്ടുണ്ട്. നടൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ പേര് ആർപ്പാട്ടെ. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ നല്ല അഭിനയമാണ്. ഞാൻ രണ്ടാമത്തെ പാർട്ട് കാണുന്നതാണ്. വളരെ ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയാന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് ശിവൻ്റെ ഭൂതഗണങ്ങളുടെ പോലെ അവരുടെ ഒരു കൺസെപ്റ്റാണല്ലോ ശരിക്കും ഗുളികൻ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് മിത്ത് അങ്ങനെയൊക്കെയുള്ള പുരാണം ഇതൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കാം എനിക്കിഷ്ടമായി. എല്ലാവരും നല്ല അഭിനയമാണ്. രോമാഞ്ചത്തിനൊക്കെ ഉപരി വേറൊരു ലെവലിലേക്ക്, അതായത് ഈ ദുർഗാഷ്ടമിയുടെ ഒക്കെ സമയത്ത് തന്നെ ഈ പടം ഇറക്കിയത് ചാമുണ്ടി ഇതൊക്കെ ഉണ്ടല്ലോ എല്ലാം. അതങ്ങനെ ഇഷ്ടപ്പെട്ടു. അതായത് മിത്ത് ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം. ഈ തലമുറ എങ്ങനെ അതിനെടുക്കുമെന്ന് അറിയത്തില്ല. ഇഷ്ടമായി. പടം നല്ല പടമാണ്. കാന്താര 3 വർഷം 2022 കാന്താര ഫസ്റ്റ് ഇറങ്ങുന്നത്. ചാപ്റ്റർ 2 1 ഇറങ്ങിയിട്ടുണ്ട് 2025. 3 വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള ഒരു സിനിമയാണ്. എന്തായാലും ഋഷഭ് ഷെട്ടി എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഡയറക്ടറും നല്ലൊരു ആക്ടറുമാണ്. ഇതൊരു വിശ്വാസ സിനിമ തന്നെയാണ്. ഇത് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് ഈ സിനിമ ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക. ഏറ്റവും നല്ല ഭംഗിയായിട്ട് നമുക്ക് തിയേറ്ററിൽ വന്നിരുന്ന് കാണാൻ പറ്റുന്ന അടിപൊളി സിനിമയാണ്. ഇതെല്ലാം മതസ്ഥർക്കും കാണാം. അവരുടെ വിശ്വാസത്തിലേക്ക് പോയാൽ അവരുടെ ദൈവത്തിലേക്ക് അത് കണ്ടാൽ മാത്രം മതി. ഇതൊരു വേടനായിട്ടുള്ള ദൈവമാണ് നമ്മൾ ശിവൻ എന്ന് പറയുന്ന ഒരു ഭക്തി. അതിൻ്റെ പല രൂപങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. ഇത് നാടൻ കലാരൂപങ്ങളുണ്ട്, നാടൻ പാട്ടുകൾ, ആദിവാസി സമൂഹം, ഇവിടുത്തെ രാജഭരണം എല്ലാത്തിനെയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇതെന്തായാലും നല്ല രസമുള്ള സിനിമയാണ്. ഇദ്ദേഹത്തെ രാജമൗലി ഇപ്പോൾ ഉള്ള ഡയറക്ടർ കയ്യിൽ കിട്ടാന്നുണ്ടെങ്കിൽ മികച്ച സിനിമകൾ കിട്ടും. ഇവിടുത്തെ യാഷുണ്ട്, പ്രഭാസുണ്ട്, ഇവരുടെയൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ആക്ടറാണ് ഇദ്ദേഹം. കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, നമുക്ക് തോന്നും. നമ്മളൊരു ആക്ടറിൽ കാണാൻ ഭംഗിയല്ല നോക്കുന്നത്, കഴിവാണ്, അഭിനയിക്കാനുള്ള കഴിവ്. ഇദ്ദേഹത്തിന് അതെല്ലാം ഉണ്ട്, എല്ലാ രസങ്ങളും ഉണ്ട്. ജയറാമായിട്ട് അന്യഭാഷ ചിത്രത്തിൽ അഭിനയിച്ചതിൽ ഏറ്റവും നല്ല റോള് കിട്ടിയത് ആദ്യമായിട്ടാണ് കാന്താരയിൽ. ബാക്കിയുള്ള എല്ലാം കോമാളി വേഷങ്ങൾ ചെയ്ത് ഞാൻ ജയറാമേട്ടിനെതിരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ നല്ലൊരു വേഷം കിട്ടി. ഇനി ഇതിൽ മികച്ച റോളുകൾ അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം നല്ലൊരു നടനാണ് ജയറാമേട്ടൻ. നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നടനാണ്. ഇതിൽ പശ്ചാത്തല സംഗീതം വളരെ മികച്ചതാണ്. സിനിമയ്ക്ക് ഒരു ജോണറുണ്ട്. ആ ജോണറിനനുസരിച്ചുള്ള പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുണ്ട് സിനിമയിൽ. ആർട്ട് വർക്ക് നല്ലതാണ്, ഇതിൻ്റെ കോസ്റ്റ്യൂം നല്ലതാണ്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സിനിമയാണ്. സ്റ്റണ്ട് അടിപൊളിയാണ്. ഇതിൽ ചെയ്തേക്കുന്ന ഫസ്റ്റ് ഇൻട്രോയിൽ പഞ്ചിലൊക്കെ നല്ല രസമായിട്ടുണ്ട്. ക്ലൈമാക്സും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം കൂടെ 2.5 മണിക്കൂർ നമുക്കൊരു സിനിമ എടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ സിനിമയാണ്. ഇതൊരു ഹോളിവുഡ് സിനിമയല്ല. നമുക്ക് പരിധികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ ക്യാമറകളാണെങ്കിലും ടെക്നീഷ്യന്മാരെങ്കിലാണെങ്കിലും ഒരു പരിധിയുണ്ട്. ഇത് ഇന്ത്യൻ സിനിമ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ സിനിമയാണ്. ഇതൊരു ഹോളിവുഡ് മൂവി അല്ല. അതിൽ ഞാൻ പറഞ്ഞേ ഈ ഋഷഭ് ഷെട്ടി ഹീറോയിൻ്റെ നടി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്കത് പറയാൻ പറ്റില്ല. കാരണം നായികയ്ക്ക് പ്രാധാന്യമുള്ളതാണ് ഇതിനകത്ത്. നായിക ഇമ്പോർട്ടൻ്റ് റോളാണ് ചെയ്തേക്കുന്നത്. ആ സിനിമ കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നായികയ്ക്ക് എന്താണ് റോളെന്നുള്ളത്. അതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സസ്പെൻസ് പൊളിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നായിക എന്തായാലും
നല്ലതാണ്. സ്ത്രീ പ്രാധാന്യം ഉണ്ട്, പക്ഷെ അത് സിനിമ കാണണം എങ്കിലേ അത് പറയാൻ പറ്റുള്ളൂ.